10 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെ മാധ്യമങ്ങളെ കണ്ടു സംസാരിച്ചു. ബഡ്ജറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി ആദ്യമായി എന്ന് തന്നെ പറയാം ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിമാർ ഇടയ്ക്കിടെ മാധ്യമ പ്രവർത്തകരെ കാണുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട്. വിദേശയാത്രകൾ നടത്തുമ്പോൾ എല്ലാ വിദേശയാത്രകളിലും മൻമോഹൻ സിംഗ് അടക്കം ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും മാധ്യമ സംഘത്തെ, ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരെ, പ്രധാനപ്പെട്ട പത്രങ്ങളുടെ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയുടെ പ്രവർത്തകരെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് 10 കൊല്ലത്തിന് ശേഷം ആദ്യമായി മാധ്യമങ്ങളോട് നേരിട്ട് സംവദിക്കേണ്ട അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി എത്തിയത്? അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, തൻ്റെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ ഇത്തവണ പ്രതിപക്ഷം ശ്രമിച്ചു എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാത്ത തരത്തിൽ ബഹളം വെച്ച് ലോക്സഭയിലെയും രാജ്യസഭയിലെയും അന്തരീക്ഷത്തെ പ്രതിപക്ഷം മോശമാക്കി. അത് ജനാധിപത്യത്തിന് ചേർന്നതല്ല. 140 കോടി ജനങ്ങളോടുമുള്ള നന്ദികേടാണ് പ്രതിപക്ഷം കാണിച്ചത്. കാരണം അധികാരത്തിൽ വന്ന വിജയിച്ച സർക്കാരിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സൗകര്യമൊരുക്കുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു, ഇക്കുറി അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് 5 കൊല്ലത്തേക്കുള്ള ബഡ്ജറ്റല്ല, 47-ൽ ഇന്ത്യ എല്ലാ തരത്തിലും ഒരു കുതിച്ചുചാട്ടം കൈവരിക്കും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു അടിത്തറയാണ് ഈ ബഡ്ജറ്റിൽ പാകാൻ പോകുന്നത്. അപ്പോൾ രസകരമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പറച്ചിൽ. കാരണം ഏത് സർക്കാരായാലും അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകൾ, ഓരോ കൊല്ലവും അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകൾ ഒരു സർക്കാരിൻ്റെ 5 വർഷ കാലയളവ്, ആ 5 വർഷ കാലയളവിൽ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണല്ലോ ബഡ്ജറ്റിൽ പരാമർശിക്കുക. അത് യഥാർത്ഥത്തിൽ ഒരു കണ്ടിന്യൂഷനാണ്. മാറി ഏത് സർക്കാർ വന്നാലും ആ സർക്കാർ മുന്നോട്ട് പോകും. മുൻ സർക്കാർ തുടർന്നു വന്ന കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് നടപ്പിലാക്കും. അതാണല്ലോ ഒരു പതിവ് രീതി. ഇപ്പോൾ കഴിഞ്ഞ 2 തവണയും മോദി സർക്കാരായിരുന്നു. ഇപ്പോൾ 3-ാം തവണയും മോദിക്ക് തന്നെ അധികാരം കിട്ടി. അതുകൊണ്ട് കഴിഞ്ഞ 10 കൊല്ലമായി അദ്ദേഹം തന്നെ അവതരിപ്പിച്ച, ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച 8ാമത്തെ ബഡ്ജറ്റാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് 47 വരെയുള്ള കാലത്തേക്കുള്ള ഒരു അടിത്തറയാണ്. 2047 വരെ ഉള്ള അടിത്തറയാണ് ഈ ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയുക, ഒരു അമിത ആത്മവിശ്വാസത്തിൻ്റെ പ്രകടനം തന്നെയാണ്.